പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറി യുവതി സുഹൃത്ത് കുത്തിക്കൊലപ്പെടുത്തി. ചൂണ്ടി സ്വദേശി സുരമ്യയാണ് കൊല്ലപ്പെട്ടത്. പ്രതി ഷിബിനെ കസ്റ്റഡിയിലെടുത്തു. ഷിബിന്റെ വീട്ടിലെത്തിച്ച ശേഷം കത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. നിതിൻ സേവ്യറിനോട് ഈ വാർത്തയുടെ വിവരങ്ങൾ ചോദിക്കാം. നിതിനി, ലോകത്തെ ഏറ്റവും മനോഹരമായ ബന്ധമാണ് പ്രണയം. അവിടെ രണ്ട് ഹൃദയങ്ങൾ തമ്മിൽ ഒന്നാകുന്ന ഒരു വികാരമാണത്. അപ്പോൾ അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവണം. നമുക്ക് ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണ് എന്ന് ബോധ്യപ്പെടുന്ന നിമിഷം നമുക്ക് നോ പറയാനും ഒഴിഞ്ഞു പോകാനും പിന്മാറാനുമുള്ളൊരു സ്വാതന്ത്ര്യവും ഉണ്ടാവണം. പക്ഷേ ഈ അടുത്ത കാലത്തായി ഇത്തരത്തിൽ പ്രണയ പകയുടെ പേരിലുള്ള കൊലപാതകം കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ജില്ലകളിലും നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിലത്തേതാണ് പറവൂരിൽ സംഭവിച്ചത്. ഇവിടെ പ്രണയത്തിൽ നിന്ന് ഒരാൾ ഒഴിഞ്ഞു മാറുന്നു, വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കുത്തിക്കൊല്ലുകയാണ്. അതായത് പ്ലാൻ ചെയ്ത് ആസൂത്രണം നടത്തി കൊല്ലണമെന്ന് ഉറപ്പിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്? വടക്കൻ പറവൂർ മുറവൻ തുരുത്തിലാണ് നാടിനെ നടുക്കിയ ഈ ക്രൂര കൊലപാതകമുണ്ടാകുന്നത്. കഴിഞ്ഞ 6 വർഷമായി കൊല്ലപ്പെട്ട സുരമ്യയും പ്രതിയായ ഷിബിനും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ദീർഘകാലമായുള്ള ഈ പ്രണയം അവസാനിപ്പിക്കണമെന്ന് സുരമ്യ പലതവണ ഷിബിനോട് ആവശ്യപ്പെട്ടെങ്കിലും ഷിബിൻ ഇതിന് തയ്യാറായിരുന്നില്ല. ഒടുവിൽ ഇന്ന് ഷിബിൻ സുരമ്യയോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു പറവൂരിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. പിന്നീട് ബൈക്കിൽ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് നമുക്ക് പറഞ്ഞ് എല്ലാം അവസാനിപ്പിക്കാമെന്ന് പറയുന്നു. അങ്ങനെയാണ് സുരമ്യയുമായി ഇയാൾ വീട്ടിലേക്ക് എത്തുന്നത്. വീട്ടിലെത്തിയ ശേഷം സുരമ്യ ഇയാളോട് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് വീണ്ടും ആവശ്യപ്പെടുന്നു. പക്ഷേ ഷിബിൻ അതിന് തയ്യാറാകുന്നില്ല. ഇവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുകയും ഇതിൽ പ്രകോപിതനായ ഷിബിൻ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ക്രൂരമായി ആക്രമിക്കുകയുമായിരുന്നു. സുരമ്യയുടെ തലയ്ക്കും കഴുത്തിനുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. ഈ സമയം ഷിബിന്റെ അമ്മ വീട്ടിലുണ്ടായിരുന്നെങ്കിലും ഈ കൊലപാതകം അല്ലെങ്കിൽ ഈ ആക്രമണം തടയാനായില്ല. ഈ ഉടൻ തന്നെ സംഭവം ഉണ്ടായ ഉടൻ തന്നെ ഈ നാട്ടുകാർ അവിടെ എത്തി സുരമ്യയെ സമീപത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. പക്ഷേ സുരമ്യ ആശുപത്രിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ മരിച്ചു. ഈ ആക്രമണം നടത്തിയ ശേഷം സ്വന്തം ബൈക്കിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഈ പ്രതി ഷിബിൻ കീഴടങ്ങുന്നത്. ഇയാൾക്കെതിരെ മുൻപ് കേസുകളൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. നേരത്തെ എടത്തല ഗ്രാമപഞ്ചായത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2020 സ്ഥാനാർത്ഥി കൂടിയായിരുന്നു സുരമ്യ. പൊതുപ്രവർത്തക കൂടിയാണ്. ആലുവ ചൂണ്ടി സ്വദേശിയാണ്. ഏതായാലും നാടിനെ നടുക്കിയ ക്രൂരകൃത്യം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് നടക്കുന്നത്. ശരി, നിതിൻ സേവ്യറാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.